ഷോപ്പിംഗ് വിഷയമാവുമോ മോളെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും നമ്മളെ ബോധറിയണ കാര്യങ്ങളല്ല. വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ സദാസമയം ഇങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചുരുട്ടിക്കൂട്ടി കളയല്ലേ. അമ്മയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കി തരൂലോന്ന് നമ്മുടെ സ്വന്തം ആളുടെ എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട ഗ്രോസറി പർച്ചേസിൻ്റെ റേറ്റ് 458 രൂപയും ഡ്രസ് പർച്ചേസിങ്ങിൻ്റെ റേറ്റ് 1255 രൂപയായിരുന്നു കേട്ടോ. എല്ലാം ഡ്രസ്സും എല്ലാം മൊത്തം ഇതിൽ അൺനെസസറി ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാം ആവശ്യം. ഇന്നാളെ നമ്മള് സ്പീച്ചിന്റെ ഇത് കഴിഞ്ഞപ്പോൾ ആരും ഒരു കമന്റിൽ ചോദിച്ചായിരുന്നു ഷോപ്പിംഗ് ഒന്നും ഒരു വിഷയവും ഇല്ല, ഷോപ്പിംഗ് വിഷയമാവുമോ മോളെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളൊരു സ്പീച്ച് നടത്തിയില്ല നിത്യ ചെലവിന്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം. പിന്നെ ഇവള് ഇത് ചെയ്തുകൊണ്ട് വന്നു, ഇവക്ക് ആവശ്യമുള്ള ഡ്രസ്സും സംഗതികളും ഇവള് അഫോർഡ് ചെയ്യാവുന്നതുകൊണ്ട് അവൾ എടുക്കണോ, സ്റ്റിച്ച് ചെയ്യിക്കണോ. അതൊന്നും നമ്മളെ ബോധറിയണ കാര്യങ്ങളല്ല. പിന്നെ വീട്ടിലേക്കും ആവശ്യമുള്ള സംഗതികൾ, അവൾക്ക് തോന്നണ സംഗതികൾ നല്ലതാണെന്ന് കാണുന്നത് അവൾ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ പറയാറില്ല മേടിച്ചുകൊണ്ട് വരാൻ. അവൾക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ നല്ല പുതിയ പുതിയ ഐറ്റം കാണുമ്പോൾ അവൾ മേടിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കോസ്റ്റ് ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ മിക്സഡ് വെജിറ്റബിൾ കറി തന്നെ മേടിച്ചത്. കാരണം വേറെ നമുക്ക് നോൺ വെജിലേക്ക് വേണമെങ്കിൽ നോക്കാമായിരുന്നു. നോൺ വെജ് വരുമ്പോൾ ഇതിപ്പോ എത്രയാണ്, 250 ഗ്രാമിന് 1 കിലോ 245 രൂപയാ. നോൺ എന്ന് പറയുമ്പോഴേക്കും 1 കിലോ നല്ല റേറ്റിലേക്ക് അത് നോൺ മേടിക്കുവാണെങ്കിൽ അമ്മയ്ക്ക് സെപ്പറേറ്റ് വെജ് കറി എന്തായാലും മേടിക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ഒട്ടും അന്നേരം കോസ്റ്റ് ഇഫക്റ്റീവ് ആവില്ല. നമ്മുടെ കറി മാത്രമായിട്ട് ഒരു 500-600 രൂപയിലേക്ക് പോകും. അത് കോസ്റ്റ് ഇഫക്റ്റീവായി ചിന്തിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾ കറി മേടിച്ചത്. അപ്പോ അത് കോസ്റ്റ് ഇഫക്റ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. വേണമെങ്കിൽ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഒരു 1/2 കിലോയുടെ നോൺ വെജ് കറിയും പിന്നെ 1/4 കിലോയുടെ വെജ് കറിയും മേടിക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 500-600 രൂപയിലേക്ക് പോകും. അപ്പൊ അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി സ്പെൻഡ് ആയി പോകും. അതിന് പകരം കോമൺ ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള നല്ല ഒരു ഫുഡാണ്. വെജ് ആണെന്ന് മാത്രമേ ഉള്ളൂ, അത് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇത് ലുലുന്നാണോ? പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ സദാസമയം ഇങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. നമ്മൾ ഇവളിങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ നല്ല സംഗതികൾ കാണുമ്പോൾ പരീക്ഷിക്കാൻ ഇങ്ങനെ പുതിയ പുതിയ ഇത് കാണുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങളും പുറത്ത് എന്തെങ്കിലും വൺസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ചായ കുടിക്കാനും അങ്ങനെയൊക്കെ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കണോ, അങ്ങനെയുള്ളൂ. സ്ഥിരം തന്നെ വീട്ടിലെ ഭക്ഷണങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടി ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ കഴിക്കണം. അങ്ങനെ അല്ലാണ്ട് ഡെയിലി പുറത്ത് പോയി കഴിച്ചാൽ പൈസയുടെ മാത്രമല്ല നമ്മുടെ വയറ് നശിക്കും കേട്ടോ. ഇതൊന്നും ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും വളരെ ഞങ്ങൾ കെയർഫുൾ ആയിരിക്കും. ഇപ്പം ഒന്നാമത് ഫുഡൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ. നമ്മളിതിൽ കാണാമല്ലേ ഈ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ വന്നതും എല്ലാം ഹോട്ടലുകളുടെ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒന്നും ഇവിടെ ഒരു പ്രശ്നവും പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പം പേടായത് ഇപ്പം നമ്മൾ കാണാത്തത് കൊണ്ട് അവൾ അതൊന്നും മേടിച്ചു. വേണമെങ്കിൽ എനിക്ക് ഒരു വലിയ പെട്ടി മേടിക്കായിരുന്നു. പേടയുടെ വലിയ പെട്ടിയായിട്ട് അവിടെ ഇരിക്കണേ. അപ്പൊ എല്ലാവർക്കും ലാവിഷ് ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞ ആ വലിയ പെട്ടി മേടിക്കായിരുന്നു. അന്നേരം രൂപ എത്ര ഇറങ്ങണേ. അപ്പൊ അതിന് പകരം സാമ്പിൾ ആയിട്ട് 2-3 മേടിക്കുന്നുണ്ടെന്ന് അറിയാലോ. അതെ, മധുരം ആയതുകൊണ്ട് എന്തായാലും വലിയ പെട്ടി മേടിച്ചാൽ നമ്മളത് കൺസ്യൂം ചെയ്ത് തീർക്കില്ല. പിന്നെ ഇരുന്ന് അത് പഴകി അതിന്റെ ടേസ്റ്റ് ഒക്കെ പോവുള്ളൂ. അപ്പൊ സാമ്പിൾ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ 3-4 മേടിച്ചു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഇനി നമുക്ക് ചിലപ്പോൾ വേണമെന്നും തോന്നൂല. വേണം തോന്നുവാണെങ്കിൽ വീണ്ടും നമ്മൾ മേടിക്കും. അതൊക്കെയാണ് ഇതിനകത്ത് ഈ ഒരു പർച്ചേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന സംഗതികൾ കുറച്ചാണെങ്കിലും നമ്മളെ ഇടയ്ക്കൊന്ന് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മേടിക്കുമല്ല, വൺസ് ഒരു ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ നമ്മളൊന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക. ഒന്നും അല്ലെങ്കിൽ പ്രായമൊക്കെ ആയി വരുമല്ലോ. അപ്പൊ എത്ര നാൾ നമുക്കിങ്ങനെ വണ്ടി ഓടും നടക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇവിടെ അന്ന് സ്പീച്ച് നടത്തിയപ്പോൾ ചെറുപ്പക്കാരുടെ യങ് ജനറേഷനോട് വേണ്ടിയുള്ളൊരു ഉപദേശം പോലെ ഹസ്ബൻഡ് അതിനെപ്പറ്റി സംസാരിച്ചതാണ്. ചെറുപ്പകാലങ്ങളിൽ നമുക്ക് മാക്സിമം സൂക്ഷിച്ച് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ഉദ്ദേശിച്ച് പറഞ്ഞതാട്ടോ. അപ്പൊ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവൂല. ഇപ്പൊ ഒരു കമന്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞതാട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. വീക്കെൻഡ്. ഇന്നാളെ ഒരു വീഡിയോയിൽ നമ്മൾ അവിയലിന്റെ പീസുകൾ കട്ട് ചെയ്ത് അവിയൽ കഷ്ണം നമ്മളെ പാക്കറ്റിൽ മാർജിൻ ഫ്രീന്ന് എടുക്കണമെന്ന് ഞാൻ കാണിച്ചായിരുന്നു. അവിയലുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ പറഞ്ഞായിരുന്നു. അപ്പം
ചോദിച്ചായിരുന്നു എത്രയാ അതിന്റെ റേറ്റ് എന്നാ. അപ്പൊ അതേ മാർജിൻ ഫ്രീയുടെ ബില്ലുണ്ട്, ഇന്നും മേടിച്ചായിരുന്നു ഇവിടെ. അപ്പൊ മാർജിൻ ഫ്രീയുടെ ഒരു പാക്കറ്റ് അവിയലിന്റെ ആ പാക്കറ്റ് അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു പോളിത്തീൻ കവറിലിട്ട് റബ്ബർ ഇട്ടാൽ നമുക്ക് തന്നെ ഫ്രഷ് ആയിട്ട്. അപ്പൊ അതിന് ഇതിൽ വിലയുണ്ട് 70 രൂപ. നോക്കിയാരെ അവിയൽ കഷ്ണം. അപ്പൊ ഞാനതുകൊണ്ട് ബില്ല് കൊണ്ടുവന്നു. അപ്പൊ ഒത്തു നോക്കി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചുരുട്ടിക്കൂട്ടി കളയല്ലേ, 120 രൂപയുടെ പാലും പറ്റിയാ മേടിച്ചേക്കണം. ആ 4 കവർ പാല് മേടിക്കും. 1.5 പാല് മേടിക്കുന്നത്. നല്ല വിലയല്ലേ. 4 കവർ പാല് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാപ്പിക്കും ചായക്കും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 2 ദിവസത്തേക്കുള്ള പാലായി എടുക്കണം, ബാക്കി ഉറയൊഴിക്കാനും എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യണത്. ചിലപ്പോൾ 4 കവർ കൊണ്ട് തികയൂല, കാരണം ആരെങ്കിലുമൊക്കെ വന്നാൽ ചായ കാപ്പിയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ പിന്നെ കൂടുതലും മേടിക്കും. സാധാരണ നോർമൽ 2 ദിവസത്തേക്ക് 4 കവറാണ് എടുക്കണത്. ഉറയൊഴിച്ച് തൈരുണ്ടാക്കുക പതിവ്, മോരും തൈരും. മോര് കാച്ചി എപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പം അതിന് പാൽ ആവശ്യമുണ്ട്. അപ്പം അതല്ല ഇപ്പം പറയാൻ വന്നത്, അവിയൽ കട്ടിൻ്റെ വില 70 രൂപ കേട്ടോ. നല്ല ഫ്രഷ് ആട്ടോ, നല്ലതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും തന്നെ ഓൾമോസ്റ്റ് ഉണ്ട്. പച്ചമുളക് കറിവേപ്പില വരെ അവരിട്ടാ തന്നത്. അപ്പൊക്കെ അമ്മയുടെ അവിയലാണ് ഏറ്റവും ഹൃദ്യം. നാളെ എന്നോട് പറയുക കേട്ടോ, അമ്മയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കി തരൂലോന്ന്. പക്ഷെ അമ്മയോട് പറയൂല. ഷോപ്പിംഗ് അതെന്താ വെച്ചാല് ഇവിടെ കഴിച്ച് ശീലിച്ചു കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിക്കുമ്പോ ചിലപ്പോ അങ്ങനെ പിടിക്കൂല. അതുകൊണ്ടാണ്. അതങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു വീട്ടിൽ വന്ന് ആ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സാധനങ്ങൾ ചെയ്യണത്. ഇപ്പൊ ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലോ ചെല്ലുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അവിയല് കോലഞ്ചേരി ഹോസ്റ്റലിലെ അവിയലാണ്. സെന്റ് മേരീസ് ഹോസ്റ്റലിലെ അവിയൽ തരുന്ന ദിവസം അവിയലും മോരുകാച്ചും പപ്പടമാണ് കോമ്പിനേഷൻ. ഉച്ചയ്ക്ക അവിയലുള്ള ദിവസം വളരെ ഉത്സാഹം. വെജിറ്റേറിയൻ ആണ് ഉച്ചയ്ക്ക് അന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വെളുത്ത നിറത്തിൽ ഇങ്ങനെ ഇരിക്കും, അത് പച്ച നിറത്തില് പച്ചമുളക് ചേർത്ത. വേറെ സ്ഥലത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അവരുണ്ടാക്കണ ഒരിക്കലും നമ്മുടെ രുചിക്ക് അനുസരിച്ചിട്ടുള്ള ശീലങ്ങളാണല്ലോ നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിക്കുന്നത്. പിന്നെ അതുപോലെ ഗ്രീൻ പീസ് കറി ഏറ്റവും ഇഷ്ടം, ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ ഒരുപാട് പേർക്ക് അറിയാം. ഒരുപാട് പേര് ഇപ്പോഴും ആ റെസിപ്പി ചോദിക്കാറുണ്ട്. അയ്യോ പറയാറുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. ഒരു വ്യൂവർ എഴുതിയിട്ടുണ്ട്, അമ്മ ഉണ്ടാക്കിയ പോലെ മീൻകറി വെച്ചു ഉഗ്രനായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ നേരത്തെ വീഡിയോയിൽ കുറെ മുമ്പുള്ള ഏത് വീഡിയോ എന്നൊക്കെ ഞാൻ മറന്നുപോയി. ഒരു വീഡിയോയുടെ അടിയിൽ അവരുടെ പേരും മറന്നു. ഇന്നലെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് രാത്രിയിലിരുന്ന അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയണ രീതിയിൽ മീൻകറി ഉണ്ടാക്കിയിട്ട് ഒന്നിനും കൊള്ളൂലായിരുന്നു, അവരുടെ മദറിൻലോ ഉണ്ടാക്കണ മീൻകറി സൂപ്പറാണെന്ന്. അപ്പൊ നീ അതിന്റെ അടിയിൽ കമന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കണ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊള്ളൂലാതെ വരാൻ സാധ്യതയില്ല എന്ന് നീ മറുപടി കൊടുത്തേക്കണ. അപ്പൊ അവർ ഏത് രീതിയിലാണ് ഉണ്ടാക്കണേന്ന് ഞാൻ ചോദിച്ചു, പക്ഷെ മറുപടി ഒന്നും തന്നിട്ടില്ല. കാരണം ഞാൻ നേരത്തെ ഒരു സംസാരിക്കുന്ന ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും മീൻ വെക്കാൻ ഒരു പ്രാഗൽഭ്യമുള്ള വ്യക്തിയല്ലായിരുന്നു, ഒരു ലേഡി അല്ലായിരുന്നു. വളരെ മോശമായിരുന്നു എൻ്റെ മീൻകറി, വളരെ മോശമായിരുന്നു. പരിതാപകരമായ ഒരവസ്ഥയായിരുന്നു. കാരണം മുളകൊക്കെ വരട്ടി വെച്ചാലും ഒരു സുഖമില്ലായിരുന്നു, കളറ് കിട്ടൂല ആകെ. ഒന്നാമത്തെ കാര്യം, മീൻ നല്ലതാണെങ്കിലും പുളിയും പൊടിയും നല്ലതാണെങ്കിലല്ലേ മീൻ നന്നാവുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മീൻ നല്ലതായിരിക്കണം, അതിന് ഉപയോഗിക്കുന്ന പൊടികൾ നല്ലതായിരിക്കണം, പുളി നല്ലതായിരിക്കണം, മീൻ വേവിക്കാൻ ഉപയോഗിക്കുന്ന കുടംപുളി. അപ്പം ഇത്രയും സംഗതി നല്ലതാണെങ്കിൽ മാത്രമേ മീൻകറി നന്നാവുള്ളൂ. മീൻ ഇച്ചിരി മോശമാണെങ്കിൽ പോലും മറ്റ് ഇൻഗ്രീഡിയൻസ് നല്ലതാണെങ്കിൽ ചാറിനെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ നിരന്തരമായ പരിശ്രമത്തിലൂടെ എല്ലാവരോടും ചോദിച്ചും പറഞ്ഞു, ഇങ്ങനെ കേട്ടും അറിഞ്ഞും അറിവുകൾ വെച്ചും, യൂട്യൂബൊന്നും അന്നില്ല. ഞാനിവിടെ വന്ന് ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് മീൻകറി തിരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ വെച്ച് തുടങ്ങിയത്. പിന്നെ ഞാൻ പറയാറില്ല, നമ്മൾ ഉപയോഗിക്കുന്ന കറി പൗഡർ നമ്പർ 1 കറി പൗഡറാണ്. ആ കറി പൗഡർ കിട്ടിയ പിന്നെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ പുളി എനിക്ക് എപ്പോഴും ചേച്ചിയാണ്, ഇവിടുത്തെ ചേട്ടൻ കുടംപുളി തന്നത്. അത് നല്ല സൂപ്പർ പുളിയാണ്. അപ്പം പുളിയും ഈ പൊടികളും ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ അത് വളരെ രുചികരമായിട്ട് വരും. ഒത്തിരി പേര് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറയാറുണ്ട്. അപ്പൊ ഒരാള് മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടായിരുന്നു. അത് എത്രത്തോളം അത് എങ്ങനെയാണ് എനിക്കറിയില്ല. എന്താണ് എങ്ങനെയാണെങ്കിലും യാതൊരു ടേസ്റ്റും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവാതിരിക്കേണ്ട കാര്യമില്ല.
ബിജു ചാച്ചന ഞങ്ങളിവിടെ നമുക്കൊരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് അല്ല, നമ്മുടെ സ്വന്തം ആള് വീഡിയോ ഒക്കെ കഴിഞ്ഞു. വാ പോരെ, നമുക്കിനി കുറച്ച് വർത്താനം ഓക്കെ. അതെ 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 അതെ, നമ്മുടെ സ്വന്തം ആളാ എത്തിയേക്കണേ. സന്തോഷാണ്. പോട്ടെ, മൈക്ക് മാറ്റിട്ടോ. അപ്പോൾ ബിജുചാച്ചനെ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഇരുന്നു.